ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിറ്റ്സ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനും ഇത്താത്ത അളിയനും കൂടി ഒരു നഴ്സറി പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി നഴ്സറി എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ നഴ്സറിയാണ് കേട്ടോ ഇത്. അത്രയും ചെടികളും ഉണ്ട്, നല്ല നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി നഴ്സറിയാണ് കേട്ടോ ഇത്. അമ്പലവയൽ ചുള്ളോട് റോട്ടിലാണ് കേട്ടോ ഇതുള്ളത്. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ പാകത്തിനുള്ള ഒരു നഴ്സറി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാ നഴ്സറിയിലും പോവാറുണ്ട് കേട്ടോ. ഓരോ ചെടീൻ്റെയും വെറൈറ്റി കളറുകളായിട്ട് അങ്ങനെ വേർതിരിച്ച് കറക്റ്റായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അഗ്ലോണിമൻ്റെ ഒക്കെ പലതരം വെറൈറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ എടുത്തു തരാൻ വേണ്ടിയിട്ട് സ്റ്റാഫും നല്ല ഉഷാറാണ്. എല്ലാം നമുക്ക് ചോദിക്കുന്നതൊക്കെ എടുത്ത് കറക്റ്റ് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അതൊക്കെ മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരെടുക്കുന്നത്. ഒരു തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ ചെടികളും സെറ്റ് ചെയ്തത് കാണാൻ. നമ്മൾ ചോദിക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്റ്റാഫും കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് ഓരോ സെക്ഷനായിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നമ്മൾ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കുറച്ച് വേറെ തന്നെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ കുറച്ച് വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർ കുടയൊക്കെ തരും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാമ്പൂറ്റൊക്കെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ വില ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്താത്തക്ക് എല്ലാ ചെടികളെയും പേരും അറിയാം, അതിനെക്കുറിച്ചും എല്ലാം അറിയാം കേട്ടോ. അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും അവളുടെ പോട്ടി മിക്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരിക്കൽ പോയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള. പിന്നെ അത് അവളിതാ ഓരോ സാധനങ്ങളും പറഞ്ഞ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ഓരോ സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ചോദിക്കുന്നതും പലതരം സെക്ഷനിലാണുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട്. ഇതൊക്കെ കാണാനുള്ള ഭംഗി ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ. നല്ല പല വെറൈറ്റി കളറുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഫ്ലവർ ഷോക്ക് അല്ലാതെ എത്രത്തോളം ഒരു നഴ്സറിയിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ചെടികളും ഉണ്ട്, ഒന്നും ഇല്ലാന്ന് അവർ പറയുന്നില്ല. ആമ്പല് താമര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ ഓരോ ചെടികളും ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനും എനിക്കിഷ്ടം കൊണ്ട് ഇങ്ങനെ വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എല്ലാം ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടികളെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കരമാണ് കേട്ടോ അത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ തന്നെ. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവൾ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ചെടികളും പൂക്കളും അതിൻ്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി. അളിയൻ പിന്നെ ഓരോ പൂവിൻ്റെയും ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫോട്ടോ എടുത്ത് പോവുകയും ചെയ്യും. അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഓരോ ചെടികളും കാണാൻ വേണ്ടിയിട്ട്. പല കളറിലും ഒരേ ചെടികൾ തന്നെ പല കളറിലും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ ഓരോന്നും നല്ല ഫ്ലവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജമന്തികളൊക്കെ പല കളറിലും പല വെറൈറ്റീസിലും ഉണ്ട് കേട്ടോ. ചെറിയ പൂക്കളായിട്ടും വലിയ പൂക്കളായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഓർക്കിഡ്, ജെറേനിയം അങ്ങനെയുള്ള പൂക്കളൊക്കെ നല്ലോണം ഉണ്ട്. നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ, ആന്തോറിയത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ സ്റ്റാഫായാലും കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് പോയ പോലെയല്ലേ ഉള്ളത് കാണുമ്പോൾ. എനിക്ക് ഇങ്ങനെ ഫ്ലവർ ഷോക്കും നമ്മൾ പൂപ്പൊലിക്കൊക്കെ പോയത് ഇങ്ങനെ ഓർമ്മ വരിക കേട്ടോ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് പൂക്കൾ ഇങ്ങനെ കണ്ടിരിക്കാൻ. അവിടുന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ പൂക്കൾ കാണുമ്പോൾ. പിന്നെ ജമന്തി ഒന്നും പിന്നെ അങ്ങനെ കുറേ ദിവസം നിൽക്കൂലല്ലോ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പോവും. പക്ഷേ എന്നാലും കാണാൻ നല്ല രസമാണ് കേട്ടോ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ.
ചെടികളൊക്കെ നന്നായി കെയർ ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ കേട്ടോ, നല്ല രീതിയിൽ. അപ്പോൾ അത് നല്ല കെയറിങ് ഉള്ള ചെടികളാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? കാരണം എന്താ എന്ത് ഭംഗിയാണെന്നറിയോ, നമ്മളെ ആന്തോറിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത് കാണാൻ മിനിയേച്ചറാണ് കേട്ടോ ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. ഓരോന്നിനും ഓരോ പേരുകളും ഓരോ ഷേപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കളില്ലാതെ ഇലകൾ മാത്രമായിട്ടുള്ള ആന്തോറിയോ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് രാവിലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ അതാ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ചെടികളും കണ്ട് എല്ലാം കവർ ചെയ്ത് റെഡി ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രൂട്ടിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫ്രൂട്ടും പിന്നെ അവിടെ റോസ് ചെടികളും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ട് ഇതാ അവർ ഇതാ എന്താ മിറാക്കിൾ ഫ്രൂട്ടോ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ നല്ല തണലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത്. നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ, ചുള്ളിയോട് റോഡിൽ ആമീസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് വന്ന് വാങ്ങുക കേട്ടോ, അല്ലെ കാണാനെങ്കിലും വരിക. അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ ആ ചെടികളൊക്കെ. പിന്നെ അതാ ഇവിടെ പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട്. അത് ബില്ലിംഗ് സെക്ഷനാണ്. അവിടെ നമ്മളെ ഈ അവിടെയുള്ള എല്ലാ ചെടികളുടെയും മോഡലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ. പിന്നെ അവർ നമുക്കെല്ലാം ഒന്ന് നമ്മളെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളെല്ലാം വാങ്ങി സംതൃപ്തിയോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി ഞാൻ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൽപ്പറ്റയ്ക്ക് പോവുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ പിന്നെ ഉച്ചയായിട്ടോ. അപ്പോഴൊക്കെ നമുക്ക് വിശക്കാനും ദാഹിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കയ്യിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുക കുടിക്കുക അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതാ ചെടികളൊക്കെ അതാ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഞാനിരിക്കുന്നുണ്ട്. അപ്പോൾ മേപ്പാടി എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ മുഴുവൻ ഭംഗിയും കിട്ടിയ ഒരു സ്ഥലമാണ് കേട്ടോ. മൂന്നാറിലൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ നമുക്ക്. ഫുൾ ചായച്ചെടികളും ചായത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അത് നമ്മൾ താത്തൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ അവളെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നെറ്റ് ഓർക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആദ്യം. അപ്പോൾ അവളെ ചെടികളൊക്കെ ഇനി ഒന്ന് സ്റ്റാൻഡ് അടിച്ച് സെറ്റാക്കി വെക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇതാ അവൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതാണ്. പിന്നെ എന്താ മീൻ ഫ്രൈ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോഴേക്കും ഞാനും അളിയനും കൂടി പിന്നെ ചെടികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ ഫുള്ളാണ് കേട്ടോ, ബാക്കിലും മുമ്പിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചെടികളും അളിയനിങ്ങനെ എടുത്ത് തരുമ്പോൾ ഞാനൊക്കെ സിറ്റ് ഔട്ടൊക്കെ അവിടേക്കൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറൊക്കെ വിളമ്പാണ്. നല്ല അടിപൊളി നാടൻ ചോറാണ് കേട്ടോ. നല്ല ചെറുപയർ തേങ്ങ അരച്ച് വെച്ച കറിയും മാന്തൾ ഫ്രൈയും പിന്നെ മോരും ഉണ്ട്. പിന്നെ പപ്പായ ഉപ്പേരി ഉണ്ട് കേട്ടോ. അതാ ചെറുപയർ കറിയും മോരും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു മീനും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഇപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു രസം കേട്ടോ. അതിങ്ങനെ ഓർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അവളെ നാടൻ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാം കോമ്പിനേഷനായിട്ടാട്ടോ ഉണ്ടാക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അളിയൻ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിൽ കയറാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളൊക്കെ വരാനുള്ള ഏകദേശം ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഞാൻ നെസ്താത്തൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും കൂടി ഒന്ന് പോവുകയാണ് കേട്ടോ. ഈ കയറ്റം കയറിയാൽ നെസ്താത്തൻ്റെ വീടെത്തി താഴെ നമ്മളെ വീട് അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല കളിയായി കേട്ടോ. പിന്നെ പത്തുമായാലും അറുസുമായാലും അറുസുതാ ഒളിച്ചു നിന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ചമ്മിയിട്ട് ഓടുകയാണ് കേട്ടോ. നെസ്താത്തങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ ഒരു പിന്നെ ഡോളിന് 23 വർഷം പഴക്കമുണ്ട് കേട്ടോ. നമ്മളെ മോൾട്ടിൻ്റെ ഡോളാണ് അത്. അപ്പോൾ അവിടുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.